ആസ് യൂഷ്വൽ വർക്കിംഗ് ഡേ ആണ്. ഞാനും സ്റ്റീനയും രാവിലെ തന്നെ എത്തി വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുള്ളത് കൊണ്ട് എപ്പോൾ നോക്കിയാലും ഈ ഒരു അന്തരീക്ഷമായിരിക്കും കാണാനായിട്ടുണ്ടാവുക. രാവിലെ ഓഫീസ് എത്താൻ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓഫീസിൽ വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാലൻസ് ഉള്ള വർക്ക്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ആയിരുന്നു. ഓഫീസ് അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നാനായിട്ട് എപ്പോഴും കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഓഫീസിലും ഉണ്ട്. അങ്ങനെ ഓഫീസിലുള്ള എൻ്റെ വളരെ ചുരുക്കം ഫ്രണ്ട്സിൽ ഒരാളാണ് അനീറ്റയും. അനീറ്റയ്ക്ക് മിക്കപ്പോഴും പേടിയാണ് എൻ്റെ വീഡിയോയിലൊക്കെ വരാൻ, കാരണം ഞാനെടുത്ത് റോസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല, ആൾ വന്ന് നിന്നു. പിന്നെ നല്ല മഴ അങ്ങ് പെയ്തത് കൊണ്ട് എനിക്ക് സീറ്റിൽ മാത്രം ഇരുന്ന് വർക്ക് ചെയ്യാൻ തോന്നിയില്ല. സോ ഞാൻ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ബാക്കി വർക്ക്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഞാനൊരു പേഴ്സണൽ അഭിപ്രായം പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്ട്രെസ് ഇല്ലെങ്കിൽ പോലും കുറച്ചധികം സ്ട്രെസ്ഡ് ആയിട്ട് തോന്നാം. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഓഫീസിൽ ഇതുപോലെ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരമൊക്കെ പോയിരുന്ന് വർക്ക് ചെയ്ത് കുറച്ച് ഇതുപോലെ മഴയൊക്കെ ആസ്വദിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. സോ അങ്ങനെ ഒരു സ്പേസ് ഞങ്ങളുടെ ഓഫീസിലുള്ളത് ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു കോഫി ബ്രേക്കിന് ഇറങ്ങി. കോഫി കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സ്നാക്ക് മാൻഡേറ്ററി ആണല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാവില്ലേ. എന്തായാലും ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസമാണ്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നേരെ ഓഫീസിലേക്ക് പോയിട്ട് ബാക്കി വർക്ക്സ് ഒക്കെ ചെയ്തിരുന്നു. വീണ്ടും നല്ല മഴ, ഇന്ന് മൊത്തത്തിൽ മഴയായിരുന്നു. സോ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് വൈകിട്ട് വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.